പരിശുദ്ധാത്മാവേ നയിക്കണമേ, പരിശുദ്ധാത്മാവേ നയിക്കണമേ. ശാല ഹല ഹല ബല ഹല ബല ശാല ബല 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 ബല. Praise the Lord. പൗലോസ് ശ്ലീഹ തന്നെ സമാധാനമായല്ലേ? പക്ഷേ നമ്മൾ ഈ പൗലോസ്ലിയുടെ ലേഖനത്തിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കണേ? സുവിശേഷത്തിനും പൗലോസ്ലിയുടെ ലേഖനത്തിനും കൂടുതൽ ഊന്നൽ കൊടുക്കണം. എന്നാൽ പഴയ നിയമം പുതിയ നിയമത്തിലേക്കുള്ള ഒരുക്കമായിരുന്നു. ഇപ്പോൾ ഞാൻ അധികം സമയം നാട്ടിലില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ നാട്ടിൽ വരുമ്പോൾ ടി വിയിൽ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നും ഇവർക്ക് പഴയ നിയമം മാത്രമേ അറിയുള്ളൂ എന്ന് തോന്നും. ഞാൻ കുറ്റം പറയല്ല, വീണ്ടും ഫരിസേയനാകെയല്ല, ഞാനൊരു ഐഡിയ പറയാണ്. നിങ്ങൾ അങ്ങനെയല്ലേ കാണണേ? നമ്മളിപ്പോൾ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് ആരാധന തുടങ്ങിയിരിക്കുകയാണ്. ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കുമ്പോൾ ആ ക്രിസ്റ്റോസെൻട്രിക് ഈശോയാണ് നമ്മളോടൊപ്പം ഉള്ളതും ആ ഈശോയുടെ ശക്തി വിശേഷം നമ്മളിലേക്ക് ഒഴുകുന്നു. ആ ശക്തിവിശേഷത്തിൻ്റെ അന്തരാർത്ഥം എന്താണ്? കരുണയാണ്. കരുണ മാത്രമാണ്. ആ കരുണയും കൃപയും നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു. അപ്പോൾ വെള്ളം വീഞ്ഞാകുമ്പോൾ വെള്ളം വല്ലതും ചെയ്തോ? വെള്ളമൊന്നും ചെയ്തില്ല. ഇത് നമുക്ക് സാധാരണഗതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളെ ഇന്നേവരെ പഠിപ്പിച്ചേക്കുന്നത് നീ എന്തെങ്കിലും ചെയ്താലേ നീ വിശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. ഇതൊരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനാണ്. കാരണം നമ്മളെ ക്ഷമിക്കണം, നിങ്ങൾ ഒരുപാട് പേര് വിദ്യാഭ്യാസ രംഗത്തുള്ളവരാണ്, പഠിച്ച് റിട്ടയർ ആയിട്ടുള്ളവരൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് എൻ്റെ അപ്പനും അമ്മയൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് തന്നെയായിരുന്നു. പക്ഷേ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസം നീ ചെയ്യണം. യു ആർ റെസ്പോൺസിബിൾ ഫോർ യു. നീ നന്നാവണമെന്നുണ്ടെങ്കിൽ നീ ചെയ്യണം. നിൻ്റെ റിസൾട്ട് ഓറിയൻറ്റേഷൻ. പണ്ടൊക്കെ യുവജനോത്സവത്തിലൊക്കെ ഞാൻ ഓർക്കുകയാണ്, യുവജനോത്സവത്തിൽ അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന ആൾ പറയുന്നത് നെക്സ്റ്റ് പാർട്ടിസിപ്പൻറ്റ് എന്നാ പറയാം. ഇപ്പം എന്താ പറയാ? ഇപ്പോൾ പറയുന്നത് നെക്സ്റ്റ് കോണ്ടസ്റ്റൻറ്റ്. നമ്മളൊരു ക്ലാസ്സിൽ 45 പിള്ളേരുണ്ടെങ്കിൽ എല്ലാവരും കോണ്ടസ്റ്റ് ചെയ്യണം. ഒരാളല്ലേ ഫസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? അവർക്കൊന്നും ഭാവിയില്ലേ? നമ്മളൊരു പാർട്ടിസിപ്പേറ്ററി ലൈഫാണ്. ആരുമായിട്ടുള്ള പാർട്ടിസിപ്പേറ്ററിയിലാണ് നമ്മൾ? ദൈവവുമായിട്ടുള്ള. ഈ ഒരു ത്രെഡ് നമുക്ക് നഷ്ടപ്പെടരുത്. എന്നാൽ നമ്മളുടെ കൺസ്യൂമറിസവും കൊമേഴ്സ്യലിസവും കാരിയർ ഓറിയൻറ്റേഷനും മാർക്കറ്റിങ്ങും എല്ലാം കൂടി ഉള്ള ഒരു വിദ്യാഭ്യാസ രംഗമാണ്. നമ്മുടെ സ്കൂളിൽ കുട്ടികൾ പറഞ്ഞെങ്കിൽ തന്നെ നമ്മൾ നല്ല സ്കോർ ചെയ്താലേ വരുള്ളൂ.
നമ്മുടെ ടീച്ചറിന് അടുത്ത മാസം ജോലി കിട്ടുമോ ഇല്ല എന്നുള്ളത് ഒരു ഗ്യാരണ്ടി ഇല്ല. മര്യാദയ്ക്ക് പെർഫോം ചെയ്താലേ കിട്ടുള്ളൂ. എല്ലാവരും ഒരു കോമ്പറ്റീറ്റീവ് ആണ്. എന്നാൽ ഈ കോമ്പറ്റീറ്റീവ് കൺസ്യൂമറിസ്റ്റിക് ആസ്പെക്റ്റ് അല്ല ദൈവത്തിൻ്റെ പദ്ധതിയിൽ. ഇത് ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ എളിമയുള്ളവരെ ഉയർത്തുന്നു. നമ്മൾ എനിക്കെല്ലാം ചെയ്യാൻ അറിയാം എന്ന് പറയുകയാണെങ്കിൽ പിന്നെ എന്നാൽ പിന്നെ എൻ്റെ ആവശ്യം എന്താ എനിക്ക്? ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളതിനെ വേണ്ട അർത്ഥത്തിൽ കാണണം. ഞാൻ ആരെയും വിമർശിക്കുകയല്ല. നമ്മൾ തുടക്കം മുതലേ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ത്രെഡ്, ഒരു ലൈൻ ഓഫ് തോട്ട് എന്താ? കർത്താവേ, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പോലും എനിക്ക് അറിയില്ല. ഇപ്പം ഇന്ന് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന പഠിച്ചപ്പോൾ നമുക്കത് കുറേയും കൂടി കൃത്യമായില്ലേ? ആയോ ഇല്ലയോ? ഞാൻ ആലോചിക്കാൻ, ദൈവമേ, നമ്മൾ ഇത്രയും കാലം എന്താണ് പ്രാർത്ഥിക്കണേ? കർത്താവ് പഠിപ്പിച്ച ഈ പ്രാർത്ഥന കർത്താവിനോടൊപ്പം കർത്താവ് ഗ്യാരണ്ടി ചെയ്യാണ്. നീ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നിനക്ക് ആവശ്യമുള്ളത് എൻ്റെ പിതാവ് അവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അത് കൈമാറുന്നതാണ് ഈ പ്രാർത്ഥന. അപ്പോൾ ഇതിൻ്റെ എല്ലാം സ്ഥാനത്ത് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ശക്തി ബലം കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് എന്തോയൊക്കെ നേടാൻ പോകുന്ന മാതിരിയാണെങ്കിൽ അതല്ല വിശ്വാസം. അപ്പോൾ ഞാനിത് പറയുമ്പോൾ ജർമ്മനിയിൽ ഞാൻ ഈ ധ്യാനം 9 ദിവസത്തെ ധ്യാനമായിട്ടാണ് നടക്കണേ. ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടാവാറില്ല, ഉണ്ടാവണമെന്നില്ല. കർത്താവ് അതാ പറയണത്, എനിക്ക് വേണ്ടത് പുളിപ്പാണ്. പുളിപ്പ് തൊട്ട് നോക്ക്, പുളിപ്പ് ചേർക്കലേക്ക് മുമ്പ്. ഇന്നും ലോകം മുഴുവൻ ആവശ്യമായിട്ടുള്ളത് കർത്താവിൻ്റെ ഈ പുതിയ നിയമത്തിൻ്റെ, ഈ സുവിശേഷത്തിൻ്റെ ഗിസ്റ്റ്, അതിൻ്റെ രത്നച്ചുരുക്കം മുഴുവനും ഉള്ള കുറച്ച് പേര്. വീണ്ടും ഞാൻ ഏലിയായെക്കുറിച്ച് എനിക്ക് ഒറ്റ പ്രൗഢ എന്താ, 400 പേരും വിട്ടുപോയിട്ടും ഏലിയ ഒരാൾ മാത്രം ഉണ്ടായിട്ടും വിട്ടുപോയോ? അത്തരത്തിലുള്ളൊരു വിശ്വാസമാണ് ഇവിടെ ഈശോ മിശിഹായിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ വലിയ ഒരു ഡെമോക്രാറ്റിക് പരിപാടിയല്ല ഈശോ മിശിഹ കൊണ്ടുവന്നേക്കണത്. എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് കാര്യങ്ങൾ നടത്തുക, അതല്ല. അതാണോ? മോശ ഭൂരിപക്ഷമായിരുന്നോ? ഒരാൾ. കർത്താവിന് വേണ്ടത് നീ ഒരാൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു മദർ തെരേസ, one more Mother Teresa can change this world. One more Francis Assisi can change this world. One person ആണ്. You as a person must become another Christ. അത്തരത്തിൽ ഉള്ള മറ്റുള്ളവർ അങ്ങനെ പറയണ്ടല്ലോ. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അത് വിശ്വാസമല്ല. 400 പേരും അങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്നാൽ ഞാനും ആ ഗ്രൂപ്പിൽ അങ്ങ് ചേർന്നാലോ? അപ്പം ഇതൊക്കെ പഴയ നിയമത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. 400 പേരും പറയണതാണോ നോക്കേണ്ടത്, കർത്താവ് പറയണതാണോ? അത് ഭയങ്കര ഒരു കാര്യമാണ്. മറ്റുള്ളവർ അങ്ങനെ പറയുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? നീ ചെയ്യേണ്ടത് കർത്താവ് പറയണം. അതാണ് ഈ ലോകം മുഴുവൻ നിന്നെ വിട്ടാലും. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള പ്രബോധനങ്ങൾ നമ്മളുടെ ഇടയിൽ വരുമ്പോൾ, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് നിങ്ങൾ എവിടെ നിൽക്കണം. അപ്പോൾ വീണ്ടും അധികം സമയം എടുക്കുന്നില്ല, നമ്മൾ ഉടനെ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുകയാണ്. എങ്കിലും ഇതിൻ്റെ ഒരു ലൈൻ ഓഫ് തോട്ട് നമ്മളൊന്ന് എടുക്കുകയാണ്. റോമർ അധ്യായത്തിൽ, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 3, 4, 5, 6, 7, 8, 9, 10 ഇത് മുഴുവനും പറയുന്നത് മുഴുവനും ഈ ദൈവനീതിയെക്കുറിച്ചാണ്. ഞാൻ പെട്ടെന്ന് ഓടിക്കുകയാണ്. ഇന്നലെ രാത്രി നമ്മൾ ആരാധനയുടെ നേരത്ത് യോഹന്നാന്റെ സുവിശേഷം മുഴുവനും 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഓടിയോ. അതിൽ മുഴുവനും പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ?
പുതിയ സൃഷ്ടിയാവുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ചെന്നിട്ട് ആരെ പുതിയ സൃഷ്ടിയാക്കാനാ വന്നേക്കണേ? ചീഞ്ഞളിഞ്ഞ അവസ്ഥയിൽ ഞാൻ അവനെ പുതിയ. അത്രയ്ക്ക് അതിശക്തമാണ് കർത്താവിൻ്റെ ശക്തി എന്ന് നമ്മൾ വിശ്വസിക്കണം. അത്രയ്ക്ക് നമ്മളൊന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. ഇതാ ഒരു വചനം വരുന്നു. ഇന്നലെ ഞാൻ ധൃതിയിൽ പോകായിരുന്നല്ലോ. 6-ാം അധ്യായത്തിൽ, യോഹന്നാൻ 6-ാം അധ്യായത്തിൽ 28-29 വചനത്തിൽ ഈ ഫരിസേയരും നിയമജ്ഞരും ഈശോയെ പരീക്ഷിക്കാനായിട്ട് ചോദിച്ചു, എന്താണ് ദൈവഹിതം അനുസരിച്ചുള്ളൊരു പ്രവൃത്തി? കണ്ടോ, ദൈവഹിതമനുസരിച്ചുള്ള ഒരു പ്രവൃത്തി ഞങ്ങൾ എന്ത് ചെയ്യണം? എന്താ പറഞ്ഞു? എന്നിട്ട് എല്ലാവരും ഒന്ന് വായിച്ചേ. 6-ാം അധ്യായം 29-ാമത്തെ വചനം. വത്സ കിട്ടിയില്ലേ? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. അവിടുന്ന് അയച്ചവനിൽ എല്ലാവരും കരമുയർത്തി മുദ്രാവാക്യം പറയണമായിരുന്നു പറഞ്ഞ്, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. തുടക്കം മുതൽ ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ഇവിടെ വിശ്വാസം എന്നത് ഒരു പ്രവൃത്തിയായിട്ട് സാധാരണ നമ്മൾ കണക്കാക്കാറുണ്ടോ? നമ്മൾ കണക്കാക്കാറില്ല. വിശ്വാസം ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി. നീ ഇത് വിശ്വസിച്ച. അപ്പം ഇത് ഫരിസേയർ പ്രവൃത്തി എന്ന് പറയുന്നത് അവരുടെ ഉദ്ദേശം ഞങ്ങൾ എന്തെങ്കിലും പ്രവർത്തിക്കണം, ഞങ്ങൾ കൽപ്പനകൾ അനുസരിക്കുന്ന പ്രവൃത്തികൾ നടത്തണം, എങ്കിലേ നമ്മൾക്ക് വിശുദ്ധീകരണം നടക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ റോമർ 3:20 വചനം നമ്മൾ റിപ്പീറ്റ് പറയുകയാണിപ്പോൾ. ചില കാര്യങ്ങൾ റിപ്പീറ്റ് പറയണം. ഇപ്പം അത് കുറച്ചും കൂടി മനസ്സിലാവും. എന്താണ്? നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് 3:20 പറയാണ്, നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട്, അതായത് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നുവെന്നേ ഉള്ളൂ. അപ്പൊ ഈ അനുഷ്ഠാനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഫരിസേയരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പറയുന്നത്. നിയമം അനുഷ്ഠിച്ചാൽ മതി. നമ്മൾ അനുഷ്ഠാനത്തിലും കണ്ടോ, നീ ഞായറാഴ്ചയാണ് കുർബാനയ്ക്ക് പോ. കുർബാനയ്ക്ക് പോ. എന്താ ഞായറാഴ്ച കുർബാന എന്താ ഇത്? അപ്പോൾ അത് അനുഷ്ഠിക്കുകയാണ്. പിള്ളേരെ കുരിശുവരയ്ക്കാൻ സമയമായി, എടാ വാ കുരിശുവരയ്ക്ക്. വന്നു, സമയമായി, കുരിശുവരച്ചു. അനുഷ്ഠാനം നടത്തി. എന്തെന്ന് വരച്ചു? ഒരെണ്ണം കുറവായി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കും? ഇല്ല, 10 എണ്ണം കൃത്യമായിട്ട് ചെല്ലമ്മ. ഇതൊക്കെ ചെല്ലണോട്ടോ. ഞാൻ പറയണതിൻ്റെ കാര്യം മനസ്സിലാവണ്ടോ? നമ്മൾ അവരെ ചെവിക്ക് പിടിച്ചു ചെല്ലടാ ഒരെണ്ണം കൂടി. അപ്പോൾ അവൻ എന്ത് മനസ്സിലായി? ഇത് കറക്റ്റായിട്ട് അനുഷ്ഠാനമായിട്ട് നടത്തണം. 10 എണ്ണം അങ്ങനെ, ഇതിൻ്റെ ഇത്ര എണ്ണം, ഇത് ഇത്ര എണ്ണം, എല്ലാ ദിവസവും ഇത്ര മണിക്ക്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം ചെയ്യണം. ഞാൻ പറയണതിൻ്റെ കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. നമ്മൾ എന്തോ കാരണവശാൽ ഇത് ഒരു അനുഷ്ഠാനത്തിൻ്റെ ജീവിതമാക്കി മാറ്റി. ഏത്? ക്രിസ്തീയത. നമ്മൾ കുർബാന, കുമ്പസാരം. അപ്പോൾ കുമ്പസാരിക്കാണ്ട് നീ കുർബാന സ്വീകരിക്കരുത് കേട്ടോ. ഓക്കെ, എനിക്ക് പാപമൊന്നുമില്ലെന്നേ. പാപമില്ല എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ നീ? അപ്പോൾ എല്ലാം അനുഷ്ഠാനമാണ്. അപ്പോൾ അവിടെയാണ് വിശ്വാസമോ അനുഷ്ഠാനമോ. വിശ്വാസത്തിൽ നിന്നുള്ള അനുഷ്ഠാനമാകണം. വെറും ഒരു റിച്വൽ ആയിട്ട് മാറരുത് നമ്മൾ. അപ്പോൾ അതായിരുന്നു ഫരിസേയരുടെ ഒരു പ്രധാന അവസ്ഥ. ഞാൻ ഫരിസേയരെന്ന് പറഞ്ഞ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ദർ ഈസ് നോ അതർ വേർഡ്. ഇവിടെ ആയതുകൊണ്ട് പറയാണ് കൂടുതലായിട്ട്. ഇവിടെ വേറെ ഫരിസേയ കുടുംബത്തിലുള്ള ആൾക്കാരൊന്നുമില്ലല്ലോ. എന്ന് പറഞ്ഞാൽ യഹൂദ കുടുംബത്തിലുള്ള ആരും കൂടി ഇല്ലല്ലോ.
ജർമ്മനിയിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ആ വാക്കാതി ഉപയോഗിക്കില്ല, ഞാൻ വേറെ എന്തെങ്കിലും പറയാനുള്ളൂ. കാരണം അവിടെ ജർമ്മൻകാർ ഒരുപാട് പരിസയരുണ്ടായിരുന്നു, യഹൂദരുണ്ടായിരുന്നു. അവരുടെ മക്കളൊക്കെ ഇപ്പോൾ ധ്യാനം കൂടാനൊക്കെ വരുവേ, അവർക്ക് അതിനകത്ത് ഒരു ഫീൽ വരാതിരിക്കാൻ. അപ്പോൾ ഇതാണ്, അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും നീതീകരിക്കപ്പെടുന്നില്ല, നിയമം വഴി പാപത്തെക്കുറിച്ച്. ഇനി പറയുന്നത് വീണ്ടും നമ്മൾ രണ്ടാമത് വായിക്കുകയാണ്, റിപ്പീറ്റേഷൻ്റെ വിരസത നിങ്ങൾ അനുഭവിച്ചേ തീരൂ. എന്താണത്? നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടു. ഇത് ഞാൻ പറയുമ്പോൾ ഒക്കെ ഓർക്കണത് ഇവിടെയാണ് എനിക്ക് ദൈവനീതിയെക്കുറിച്ച് ഇത്രയും വലിയൊരു കാര്യമാണെന്നുള്ള ഒരു ബോധ്യം എനിക്ക് കിട്ടിയത്. ഒരു കോണ്ടംപ്ലേറ്റീവ് കോൺഗ്രിഗേഷൻ 4 സിസ്റ്റേഴ്സ് ജർമ്മനിയിൽ എനിക്ക് എഴുതി, ഞങ്ങൾ 4 പേരെ ധ്യാനിപ്പിക്കാൻ വരുമോ എന്ന് ചോദിച്ചു. സാധാരണ ആരും അവിടെ പോകാറില്ല, 4 പേരല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വരും. കാരണം അവർ മിണ്ടാമടക്കാരാണ്, അവർക്ക് പുറത്ത് പോകാൻ പറ്റില്ല. ഞാൻ അവിടെ ചെന്ന് താമസിച്ച് 3 ദിവസം അവരെ ധ്യാനിപ്പിച്ചപ്പോൾ എൻ്റെ ജർമ്മൻകാരി ട്രാൻസ്ലേറ്റർ ഞാനിത് പറഞ്ഞിട്ട് അവൾ ട്രാൻസ്ലേറ്റ് ചെയ്യണില്ല. അവൾ പറയണം അതെങ്ങനെയാണ് നിയമത്തിലൂടെ അല്ലാതെ. അവൾ വലിയ ഫരിസേയായിരിക്കും ആള്, അവള് ഫരിസേയാണെന്ന് പറഞ്ഞാൽ നിയമം അനുഷ്ഠിക്കണ്ടേ, അവൾക്ക് മനസ്സിലാവുന്നുമില്ല. ഞാൻ പറഞ്ഞു നീ മര്യാദയ്ക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത്, ഞാൻ പറഞ്ഞു നീ ട്രാൻസ്ലേറ്ററാണ്, നീ ഇവിടെ ധ്യാനഗുരുവെക്കാളും വലിയ ഗുരുവല്ല. അതെങ്ങനെയാ നിയമത്തിലൂടെ അല്ലാതെ? നമ്മുടെ പൗലോസ്ലീഹ പറയണത് കേൾക്കും. നിങ്ങൾ പണ്ടാണെങ്കിൽ സമ്മതിക്കുമോ ഈ വാക്ക്? എന്താ പറഞ്ഞിരിക്കണേ? നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെ. ഒന്നെല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. എന്ത് വേണം? നിയമത്തിലൂടെ ഉള്ള ദൈവനീതി വേണോ? നിയമത്തിലൂടെ അല്ലാതെ ഫ്രീ ആയിട്ട് കിട്ടുകയാണെന്ന്. എങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടണു? കുർബാൻ. അതാണ് കുർബാന, അതാണ് യേശുക്രിസ്തുവിന്റെ. എങ്ങനെയാണ്? ഒന്നുകൂടി വായിക്കാം. ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ കണ്ടോ? ഇവിടെയാണ്. അനുഷ്ഠാനത്തിലാണോ? അവിടെ അനുഷ്ഠാനത്തിലൂടെ അല്ല, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. എന്തുകൊണ്ട്? എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. അവർ അവിടുത്തെ കൃപയാൽ, ശ്രദ്ധിക്കണം, യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. ഇപ്പൊ ശരിക്കും നിങ്ങൾ ചിലർ ഇതൊരു പ്രൊട്ടസ്റ്റന്റ് ടീച്ചിങ് ആണല്ലോ, പൗലോസ് ശ്ലീഹ, മനസ്സിലായോ? പാടണ്ട, ഇത് പ്രൊട്ടസ്റ്റന്റ് ടീച്ചിങ് അല്ല, ഇത് കത്തോലിക്ക സഭയുടെ പ്രബോധനമാണ്. ഇത് ഈ കാറ്റഗിസത്തിൽ ഉടനീളം പറഞ്ഞിരിക്കുന്നതും വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് ശ്രദ്ധിച്ചോ, വിശുദ്ധ കുർബാനയിലെ ഓരോ സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതുമായിട്ട് പൊരുത്തപ്പെടുന്നില്ലേ എന്ന് ശ്രദ്ധിച്ചോ. അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ വിശുദ്ധ കുർബാനയെ ഇത്രയും ആഘോഷപരമായി ഇത്രയും അനുഭവമായി പറഞ്ഞിട്ട് പുറത്ത് ചെന്നിട്ട് ഇതേ നീ മര്യാദയ്ക്ക് അല്ലെങ്കിൽ ശിക്ഷ കിട്ടൂട്ടോ, ഇതൊക്കെ പൂർവ്വശാപമാണ്. ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ എന്താ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം? അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചിരിക്കുന്നുണ്ടോ? പാപപരിഹാരവും പാപപരിഹാരകനുമാണ്. രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി അവനെ നിശ്ചയിച്ചിരിക്കുന്നു. അപ്പൊ അവനാരായി? പാപപരിഹാരവും പാപപരിഹാരകനും. അവിടെ നിന്ന് തൻ്റെ ക്ഷമയിൽ. ഓക്കെ, അപ്പൊ ഇതിൻ്റെ കണ്ടിന്യൂവേഷനാണ് 4-ാം അധ്യായത്തിൽ. ഇത് പറഞ്ഞിട്ട് നമ്മൾ ഉടനെ കുർബാനയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാൻ പോവുകയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. മനസ്സിലാകാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പഴയ സിദ്ധാന്തങ്ങൾ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട.
സാവധാനം മനസ്സിലാകും. കാരണം ഇത് സത്യമാണ്. അബ്രാഹത്തിൻ്റെ മാതൃക എല്ലാവരും വായിക്കാം, ഞാൻ വായിക്കാം, നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. ആകയാൽ ജഡപ്രകാരം നമ്മുടെ പൂർവ്വപിതാവായ അബ്രാഹത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? അബ്രാഹം പ്രവൃത്തികളിലാണോ നീതീകരിക്കപ്പെട്ടതെങ്കിൽ അവൻ അഭിമാനത്തിന് വകയുണ്ട്, ദൈവസന്നിധിയിലല്ലെന്ന് മാത്രം. വിശുദ്ധ ലിഖിതം പറയുന്നത് എന്താണ്? അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. എന്നിട്ട് ജോലി ചെയ്യുന്നവൻ്റെ കൂലി കണക്കാക്കപ്പെടുന്നത് ദാനമായിട്ടല്ല. ഇപ്പം നമ്മൾ ഒരു ടീച്ചറാണ്, ഒരു മാസം ജോലി ചെയ്തു, ഇത്ര 1000 രൂപ ശമ്പളം കിട്ടി. എന്താണത്? ശമ്പളമാണ്. അത് ഗിഫ്റ്റായിട്ട് തരുന്നതാണോ? അപ്പോൾ ശ്രദ്ധിക്കണം, ഇതാണ് പ്രവൃത്തി. അത് അവന് നീതിയായി. ജോലി ചെയ്യുന്നവന് 4-ാമത്തെ വായനം എല്ലാവരും നേരിട്ട് പറഞ്ഞ്, ജോലി ചെയ്യുന്നവൻ്റെ കൂലി കണക്കാക്കപ്പെടുന്നത് ദാനമായിട്ടല്ല, അവകാശമായിട്ടാണ്. ഇപ്പോൾ അബ്രാഹത്തിന് വിശ്വാസം കിട്ടിയത് കൂലിയായിട്ടാണോ ദാനമായിട്ടാണോ? ദാനമായിട്ട്. അബ്രാഹം നീതീകരിക്കപ്പെട്ടത് കൂലിയായിട്ടാണോ ദാനമായിട്ടാണോ? ദാനമായിട്ട്. ശ്രദ്ധിക്കണം, അതാണ്. ശ്രദ്ധിച്ചോ? പ്രവൃത്തികൾ കൂടാതെ തന്നെ, എല്ലാവരും നേരിട്ട് പറഞ്ഞേ, വായിച്ചു. പാപിയെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടുന്നു. ഒന്നും മനസ്സിലായില്ല. അതായിരിക്കും ആദ്യത്തെ സ്റ്റേജ്. ഡോണ്ട് വറി, ഇതെനിക്ക് എത്ര നാൾ കഴിഞ്ഞിട്ട് എനിക്കിത് മനസ്സിലായെന്നറിയാമോ? ഞാൻ നിങ്ങളെ എത്ര നാൾ കഴിഞ്ഞിട്ട് എനിക്കിത് മനസ്സിലായെന്നറിയാമോ? ഇനി മനസ്സിലാകാനുള്ളൊരു എളുപ്പ വഴിയുണ്ട്. പറയണോ? അത് പറയാല്ലേ. ക്യാൻസറിന് ഒരു പുതിയ മെഡിസിൻ വന്നു. ആർക്കാ അതുകൊണ്ടുണ്ടാവുന്ന സന്തോഷം? ആർക്കാ? ക്യാൻസർ രോഗിക്ക്. അല്ലാത്തവർക്ക് അവരത് വായിക്കുക പോലുമില്ല. നമ്മൾക്ക് എന്ത് പറ്റും? അപ്പോൾ പാപിയെ നീതീകരിക്കുന്ന ഒരു പുതിയ മെഡിസിൻ വന്നു. ആർക്കാ ഇതുകൊണ്ട് സന്തോഷം? പാപിക്ക്. എനിക്ക് പാപമൊന്നും ഇല്ല എന്ന ഒരു വിദ്യയിൽ കഴിയുന്ന ഒരു ഫരിസേയ സ്വഭാവമുള്ള ആൾക്ക് ഇതൊന്നും മനസ്സിലാവണില്ല. അപ്പം ആദ്യം നമ്മൾ പാപിയാണോ? എന്നാൽ നമ്മൾ ദൈവമക്കളാണോ? ആണ്. നമ്മുടെ വീട്ടിൽ ഒരു 5 മിനിറ്റ് വിട്ടോ, 5 മിനിറ്റ് പ്ലീസ്. ഞാൻ സാധാരണ സമയമൊക്കെ പാലിക്കാറുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു സമയവും പിടിച്ചാൽ കിട്ടുന്നില്ല. ഒരു കാര്യം ശ്രദ്ധിച്ചോ, എളുപ്പം മനസ്സിലാകുമ്പോൾ. നമ്മുടെ വീട്ടിൽ ഒരു വേലക്കാരനുണ്ട്. അവൻ 10,000 രൂപ കട്ടെടുത്തു. അവനെന്ത് ചെയ്യും? അവനെ ഡിസ്മിസ് ചെയ്തു, അവനെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. പിറ്റേ ദിവസം നമ്മുടെ മകൻ 10,000 രൂപ കട്ടെടുത്തു. അവരെ പിരിച്ചു വിടുമോ? പിരിച്ചു വിടാൻ പറ്റുമോ? എന്തു ചെയ്യും? അവനെ വിളിച്ചിട്ട് പറയും, എടാ മോനെ, നിൻ്റെ പപ്പയും മമ്മിയും ഇത്രയും ഈ കഷ്ടപ്പെട്ടത് മുഴുവനും നിനക്കുള്ളതല്ലേടാ അവനെ, നീ പിന്നെ എന്തിനാ ഇങ്ങനെ കട്ടെടുക്കേണ്ടത്? ഓ, അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇതെല്ലാം എനിക്കുള്ളത്. വിഷമിക്കണ്ട, അതുകൊണ്ട് നീ ഇനി മുതൽ എന്ത് വേണമെന്നുണ്ടെങ്കിലും നീ ചോദിച്ചാൽ മതി, നീ കട്ടെടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായി കണ്ടോ? ഇപ്പോൾ അവൻ മനസ്സിലാക്കുകയാണ്, ഈ അപ്പൻ്റെ അമ്മയുടെയും സകല സമ്പത്തും ഈ കഷ്ടപ്പെടുന്നതും ഇപ്പോൾ അമ്മയും അപ്പയും കഷ്ടപ്പെടുന്നതിൻ്റെ എല്ലാം ഔട്ട്കം അവനുള്ളതാണെന്ന് ഇപ്പോഴാണ് അവന് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരവസ്ഥ ഉണ്ടായാലേ നമുക്കിത് മനസ്സിലാവുള്ളൂ. ഒന്ന്, നിങ്ങൾ പാപിയാണെങ്കിലേ ഇത് മനസ്സിലാവുള്ളൂ. 2, നിങ്ങൾ പാപി ആയിരിക്കെ ദൈവ മകനാണെങ്കിലേ ഇത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സ്നാനം സ്വീകരിച്ച പാപികളെല്ലാവരും ദൈവനീതിയെക്കുറിച്ച് ഓർത്ത് തുള്ളിച്ചാടിപ്പോയി. പക്ഷെ ഫരിസേയർക്ക് ഇത് കണ്ടിട്ടൊന്നും മനസ്സിലാകണില്ല. ഇവരെന്താണ് ഈ തുള്ളിച്ചാടുന്നത്? ഇതൊക്കെ എഴുതിയേക്കണ മനസ്സിലാവുണ്ടോ? ദൈവനീതിയെക്കുറിച്ച് അവർ തുള്ളിച്ചാടിപ്പോയി. കാരണം എന്താ? അവർ ഇത്ര വലിയ പാപിയാണെങ്കിലും
അവരെ ദൈവം സ്വീകരിച്ചിരിക്കുന്നു. കേട്ടോ, പ്രവൃത്തി കൂടാതെ തന്നെ, ഒന്നുകൂടി വായിച്ചേ, പ്രവൃത്തികൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടുന്നു. ഓക്കെ, പ്രവൃത്തികൾ നോക്കാതെ തന്നെ നീതിമാനെന്ന് ദൈവം പരിഗണിക്കുന്നവന്റെ ഭാഗ്യം ദാവീദ് വർണ്ണിക്കുന്നുണ്ട്. സങ്കീർത്തനത്തിൽ പറയാം, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കണ്ടോ, കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. മതി, ഇനിയിപ്പോൾ പാടാൻ സമയമില്ല. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. ദാവീദ് വർണ്ണിക്കുന്നു അതിക്രമങ്ങൾക്ക് മാപ്പും. എങ്ങനെയാണ്? പ്രവൃത്തികൾ നോക്കാതെ തന്നെ നീതിമാനെന്ന് ദൈവം പരിഗണിക്കുന്നവൻ്റെ ഭാഗ്യം. ദൈവം മനുഷ്യനെ അവൻ്റെ പ്രവൃത്തി നോക്കാതെ തന്നെ അവൻ്റെ പാപത്തെ നീതീകരിക്കുന്നവരാണ്. ഇതാണ്. ഇപ്പം ഞാൻ ബോംബെയിലായിരുന്നപ്പോൾ ഞങ്ങളൊരു കോളനിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവൻ നല്ല ചൊടിയാണ്. അവൻ്റെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഉടനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഉടനെ പന്തും എടുത്തുകൊണ്ട് ഓട്ടമാണ് പിള്ളേരില്ലേ. അവരുടെ ആ വീര്യം കൊണ്ട് പന്ത് അടിച്ച് അടുത്തുള്ള വീട്ടുകാരൻ്റെ ഗ്ലാസ് വിൻഡോ ഉടച്ചു. അയാൾ പുലിമാരി ഓടി വന്ന് ഞാൻ കൊല്ലും ഞാൻ പറഞ്ഞിട്ട് ഓടി വന്നിരിക്കുകയാണ് അയാൾ. ഭാഗ്യത്തിന് ഞാൻ അവിടെ ചെന്ന് വിട്ടു, അല്ലെങ്കിൽ അയാൾ ഇവനെ ശരിയായി കളഞ്ഞാനില്ലേ. ഇയാൾ അവനെ പിടിച്ചിട്ട് അടിക്കാൻ നോക്കുമ്പോഴേക്കും ഞാൻ പറഞ്ഞു, അയ്യോ എൻ്റെ മകനാണേ. അവനെന്താ ചെയ്യുന്നറിയോ? എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയേക്കണ ഈ ഗ്ലാസ് വിൻഡോ അവൻ ഉടച്ചു. ശരിയാണ്, ക്ഷമിക്കണം. അതിനെന്ത് പരിഹാരം വേണമെങ്കിലും ഞാൻ ചെയ്യാം. കാരണം അവൻ എൻ്റെ മകനാണ്. നിങ്ങളെന്ത് പറയണു? അതോ അവനോട് പറയോ? കേട്ടോ, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞാൽ ഇങ്ങനെ കളിക്കരുത്, നിനക്ക് നല്ല അടി കിട്ടും, കൊടുത്തോ, 2 അടി കൊടുത്തോ, ഇങ്ങനെ പറയോ? നീങ്ങനെ പറയോ? നിങ്ങൾ തന്നെ ശിക്ഷിച്ചോട്ടോ. അപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി കൂടാതെ തന്നെ അവനെ നീതീകരിച്ചു. അവനാണ് ഇതൊക്കെ ചെയ്തത്. പക്ഷെ ഇപ്പോൾ ഞാൻ പറയാണ്, ക്ഷമിക്കണം. അവനറിഞ്ഞൂടാ, അവനിതിനു വേണ്ടി ഒന്നും പ്രവർത്തിക്കേണ്ട, ഞാൻ ചെയ്തോളാം. എത്ര രൂപ? 10,000 12,000 രൂപ പിടിച്ചോ, ഈ ഗ്ലാസ് കൊടുത്തു. അതിനാണ് മോചനദ്രവ്യം. ഒരു കൂടി പറഞ്ഞോട്ടെ, നിങ്ങളുടെ മകനെ പോലീസ് പിടിച്ചു, അവൻ വലിയ തിന്മയാണ് ചെയ്തിരിക്കുന്നത്. പോലീസ് പിടിച്ചു, അവനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പോലീസ് മകനെ അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടാൽ അമ്മയുടെ അവസ്ഥ എന്താണ്? എൻ്റെ ഭാര്യയൊക്കെ ആണെങ്കിൽ ഉടനെ തലതിറ്റി വീഴോടെ, അയ്യോ എൻ്റെ മോനെ പോലീസ് കൊണ്ടുപോയി തന്നെ അടിക്കാറിച്ചു, നിങ്ങൾ എങ്ങനെയെങ്കിലും പോയിട്ട് അവനെ പിടിച്ചോണ്ട്. അപ്പം ഞാൻ പറയുന്നത് അവൻ വലിയ തെറ്റാക്കിയത്, അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടെ, എൻ്റെ മോനെ എങ്ങനെയെങ്കിലും വേഗം പിടിച്ചോണ്ടോ, അവനെ പോലീസ് കൊണ്ടുപോയി, അവനിന്ന് അവരെന്തെങ്കിലും ചെയ്യും. ഞാൻ പറയും, നീ ഇങ്ങനെ കിടന്ന് ബാലുണ്ടാക്കിയാലോ എന്താ, അവൻ വലിയ തെറ്റാ ചെയ്ത്, അതൊന്നും എനിക്കറിയണ്ട, എൻ്റെ മോനെ വേഗം അവിടെ നിന്ന് ഇറങ്ങി കൊണ്ടുവരണേ, നിങ്ങൾ വേഗം ചെല്ലുന്നു പോലീസ് സ്റ്റേഷനിലേക്ക്, എൻ്റെ മോനെ അവനെ പിടിച്ചുകൊണ്ട്, അവൻ വലിയ തെറ്റാ ചെയ്തെന്ന്, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, അവൻ എൻ്റെ മോനാണ്. ശരിയാണോ അല്ലയോ? അപ്പന്മാരോട് ഇപ്പം ചോദിക്കണില്ല. അപ്പന്മാർ ഇത്തിരി ലീഗലാണ് ചിലവരൊക്കെ. അപ്പോൾ അപ്പനങ്ങനെ അവിടെ ചെന്നു കഴിഞ്ഞ് പോലീസുകാർ പറഞ്ഞു, ഈ സംഭവം ഭയങ്കര സീരിയസ് ആണ് അവൻ ചെയ്തേക്കുന്നത്, ഭയങ്കര വലിയ തെറ്റ്. പറഞ്ഞു, സാറേ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ അവനെ, എൻ്റെ ഭാര്യ കിടന്ന് ഭയങ്കര കഷ്ടപ്പാടാണ്, അവൾക്ക് ഉറക്കം വരില്ല, അവളൊന്നും ഉറങ്ങില്ല, അവളാകെ, അതെ 1,00,000 രൂപ പിഴ അടയ്ക്കാമെന്നുണ്ടെങ്കിൽ അവനെ വിട്ടുതരാം. അങ്ങനെ ഇവിടെ വന്നുകൊണ്ട് ഭാര്യയോട് പറഞ്ഞു, കേട്ടോ 1,00,000 രൂപ അടച്ചാലേ അവനെ വിട്ടുള്ളൂ. എൻ്റെ അടുത്ത് ഇപ്പോൾ പൈസ ഒന്നുമില്ല. നിങ്ങളുടെ അടുത്ത് പൈസ ഒന്നുമില്ലല്ലേ? എന്നാൽ ശരി, എൻ്റെ താലിമാലയും മോതിരവും വളയും എല്ലാം നിങ്ങൾ കൊണ്ടുപോയി വിറ്റ് അവനെ ഇറങ്ങിക്കൊണ്ടുപോയോ? പറയോ ഇല്ലയോ? നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ താലിമാലയാണോ വളയാണോ വലുത്, അതോ മോനാണോ വലുത്? അപ്പോൾ അപ്പന് ആ ഒരു സംശയം, ഇവള് ഇങ്ങനെ ഇത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടോ? എന്നാലും അപ്പൻ
അപ്പോൾ അപ്പന് ഇച്ചിരി സ്നേഹമൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അപ്പൻ വേഗം ഇതൊക്കെ ചെയ്ത് കൊണ്ടുപോയിട്ട് ഇതിനാണ് പറയണത്, എന്താ പറയണത്, ഒന്നാം വാക്ക് പറഞ്ഞേ. അപ്പോൾ അവൻ എന്ത് ചെയ്യണം? അപ്പൻ എന്താ പറയണേ? അവൻ അവിടെ കുറച്ച് ദിവസം കിടക്കണോ അതോ അവനെ മോചിപ്പിച്ചു കൊണ്ടുവരണോ? അവൻ തെറ്റല്ലേ ചെയ്തത്, അവൻ അതിനനുസരിച്ചുള്ള ശിക്ഷ കിട്ടണ്ടേ? അതാണ് നീതി. ഏത് നീതി? സിവിൽ ഫരിസേയ നീതി. എന്നാൽ യേശുക്രിസ്തു വന്നിരിക്കുന്നത്, ഞാൻ വന്നിരിക്കുന്നത് ബന്ധിതർക്ക് മോചനം നൽകാൻ വേണ്ടി എൻ്റെ ജീവൻ മോചന ദ്രവ്യമായി കൊടുത്തിട്ട് അവനെ ഞാൻ മോചിപ്പിക്കും. അതാണ് ദൈവത്തിൻ്റെ നീതി. അപ്പൻ അമ്മയുടെ ഈ താലിമാലയും മോതിരവും എല്ലാം വിറ്റ് കാശ് കൊണ്ടുപോയി അവിടെ പോയി കോടതിയിൽ അടച്ചു. മകനെ വീടുകൾ കൊടുത്ത് കൊണ്ടുവന്നു. മോചനദ്രവ്യം. അതെല്ലാവരും പറഞ്ഞേ, ദൈവവചനമാണത്. മോചനദ്രവ്യം കൊടുത്തു. അവനെ കൊണ്ടുവന്നു. പുറത്തിറങ്ങിയ വഴി തന്നെ അവൻ അപ്പനെ ഒരു കെട്ടിപ്പിടുത്തം. ഓ എൻ്റെ അപ്പച്ചോ, നന്ദി, മേലിൽ ഞാനിത് ചെയ്യൂല. ഓക്കെ മോനെ, വിഷമിക്കണ്ട, നീ വായു. അമ്മ കണ്ട വഴി തന്നെ അമ്മയ്ക്ക് സന്തോഷം. അപ്പോൾ ഇതാണോ കർത്താവ് ഈശോമിശിഹാ നമുക്ക് വേണ്ടി ചെയ്തത്? ഇതാണോ? നിങ്ങൾക്കിത് എന്തെങ്കിലും ഒരു എതിരഭിപ്രായമോ ആർഗ്യുമെൻ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയും. ഇതിനെതിരായിട്ട് എന്തെങ്കിലും ആർഗ്യുമെൻ്റ് ഉണ്ടോ? ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഭാഷയാണ്. ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല അർത്ഥത്തിലാണ്. ഈ ജർമ്മൻകാരൊക്കെ ഇങ്ങനെ അവർ ഉടനെ ചോദിക്കും. അതിനൊരു ഡിസ്കഷൻ ഇല്ലെങ്കിൽ ഒരു കാര്യം അവർ സമ്മതിക്കില്ല. തൽക്കാലം ആർക്കും ഒന്നും പറയാനില്ല. കാരണം നിങ്ങൾ കേട്ടത് സത്യമാണ്. ആണോ അല്ലയോ? ആ മോചനദ്രവ്യമാണ് ഇന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്നതെന്നും നമ്മൾ പാപം ചെയ്ത് അയോഗ്യരായിരിക്കെ, ബന്ധനത്തിലായിരിക്കെ, ജയിലിലായിരിക്കെ കർത്താവ് ഈശോ മിശിഹാ നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ തന്നെ മോചനദ്രവ്യമാക്കി നൽകിക്കൊണ്ട് നമ്മളെ അതിൽ നിന്നെല്ലാം വിമോചിപ്പിച്ചിരിക്കുന്നു. പെട്ടെന്നൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ ഈശോ വിമോചനത്തിൻ്റെ, ഈ പാപമോചനത്തിൻ്റെ ബലി അർപ്പിച്ച ദിവസം നടന്ന ഒരു സംഭവമാണ്. ആ സംഭവം ഇതുപോലെയാണ്. അന്ന് വേറൊരാളെ ജയിലിൽ അടച്ചിട്ടുണ്ടായിരുന്നു. അയാളെ അന്ന് കുരിശിൽ തൂക്കി കൊല്ലേണ്ടതായിരുന്നു. അത്രയ്ക്ക് ഭയങ്കര പാപിയായിരുന്നു അയാൾ. അയാളുടെ വിധി നടപ്പാക്കാൻ പോവുകയാണ്. അയാളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, എപ്പോൾ വേണമെങ്കിലും ആരാചാരന്മാർ വന്ന് അയാളെ പിടിച്ചു കൊണ്ടുപോയി കുരിശിൽ തറച്ചു കൊല്ലാൻ. അങ്ങനെ ഇയാൾ ഉള്ളിൽ നൊന്ത് അയാളുടെ ജീവിതം അവസാനിക്കുകയാണല്ലോ. ഏതാനും നിമിഷത്തിനകത്ത് ഇനി എൻ്റെ ജീവൻ അവസാനിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിരിക്കെ ഒരാൾ പെട്ടെന്ന് കതക് തുറന്നു. ആരാചാരന്മാരല്ല, ജയിൽ സൂപ്രണ്ടന്റ്. എന്താണ്? നിങ്ങളെ നിരുപാധികം വിട്ടിരിക്കുന്നു, നിങ്ങളുടെ ശിക്ഷ ക്യാൻസലാക്കിയിരിക്കുന്നു. ശിക്ഷ ക്യാൻസലാക്കിയിരുന്നു? ഞാൻ ഇത്രയും വലിയ കൊലപാതകിയും ഭീകരപ്രവർത്തകനുമായി ഇന്ന നിയമമനുസരിച്ച് ന്യായമായ നീതിപരമായ ഒരു ശിക്ഷയാണ് എനിക്ക് തന്നിട്ടുള്ളത്, അത് ക്യാൻസലാവണമെങ്കിൽ സാറ് ഈ മരിക്കാൻ പോണ നേരത്തിനെ കളിയാക്കുകയാണോ? അല്ല, ഇത് സത്യമാണ്. പക്ഷെ ഇതെങ്ങനെ സംഭവിക്കും? ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും, എന്നെ അല്ലായിരിക്കും. ഞാൻ അത്രയ്ക്ക് വലിയ പാപിയാണ്, അത്രയും കൊലപാതകങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നെ എന്താണ് വെറുതെ വിടുന്നതിൻ്റെ കാര്യം? വേറെ ആരെങ്കിലും ആയിരിക്കും. ഇല്ല, കടലാസെടുത്ത് നോക്കി, KP ബറബാസ് 303 നമ്പർ. അത് ഞാൻ തന്നെയാണല്ലോ. ഇതാ ഈ ഓർഡർ നീ കയ്യിൽ വെച്ചോ, നിൻ്റെ വിലങ്ങുകൾ അഴിക്കുന്നു, നീ പുറത്തേക്ക് വരുവേ. പക്ഷെ ഇതെങ്ങനെ സംഭവിക്കാം? എന്താണ് സംഭവിച്ചത്? അത് ഞാൻ പറഞ്ഞുതരാം. നീ പുറത്ത് വായോ, നീ അകത്ത് നിൽക്കണ്ട, നീ പുറത്ത് വരൂ. പുറത്ത് വന്നിട്ട് പറഞ്ഞു, ദേ അങ്ങ് ദൂരെ നോക്കി, ആ കാണുന്നത് ഗൊൽഗോത്തയാണ്. അവിടെയാണ് എല്ലാവരെയും കുരിശിൽ തറയ്ക്കുന്നത്. നീയും അവിടെ കുരിശിൽ തറയ്ക്കപ്പെടേണ്ടവനായിരുന്നു. ആ 3 കുരിശുകളിൽ നടുവിലുള്ള കുരിശിലായിരുന്നു നീ തറയ്ക്കപ്പെടേണ്ടിയിരുന്നത്.
എന്നാൽ നിന്റെ സകല തിന്മയും സകല കൊലപാതകങ്ങളും നീ ചെയ്തത്, അതിൻ്റെ ശാപവും അതിൻ്റെ ശിക്ഷയും മറ്റൊരാൾ നിനക്ക് വേണ്ടി ഏറ്റെടുത്തു. എന്താണ് ഈ പറയുന്നത്? എൻ്റെ പാപം വേറൊരാൾ ഏറ്റെടുത്തുന്നു, എൻ്റെ ശിക്ഷ വേറൊരാൾ ഏറ്റെടുത്തുന്നു. ഇതാരാണത്? അതാണ് നസ്രായനായ യേശു. ഓ യേശുവേ! ബറബ്ബാസിൻ്റെ ഹൃദയം പൊട്ടി. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും അവനിൽ ഒഴുകി. ഒരു നിമിഷം കണ്ണടച്ചൊന്ന് ചിന്തിക്കൂ. ബറബ്ബാസിൻ്റെ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടാണോ അവൻ മോചിക്കപ്പെട്ടത്? പ്രവൃത്തികൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്ന ഒന്നാണ്. നമ്മുടെ മകൻ ജയിലിൽ കിടന്നപ്പോൾ അവൻ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടാണോ നമ്മൾ അവനെ മോചനദ്രവ്യം കൊടുത്ത് നേടിയത്? എന്ന പോലെ നമ്മൾ ഓരോരുത്തരും ചെയ്ത സകല പാപങ്ങളും കർത്താവ് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നും കർത്താവ് പാപപരിഹാരകനും പാപപരിഹാരവുമായിട്ട് പാപപരിഹാരമായിക്കൊണ്ട് നമുക്ക് വേണ്ടി മോചനദ്രവ്യമായിരിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസത്തിലൂടെ നമുക്ക് കുറിയലൈസോൻ പാടിക്കൊണ്ട് നമ്മൾ ഈ ബലിയിലേക്ക് പ്രവേശിക്കാം.